മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും പൊതുജന പങ്കാളിത്തത്തോടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു. വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വന്യമൃഗശല്യം നേരിടുകയാണ് സമിതിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ദിലീപ് വിഷയാവതരണം നടത്തി. വന്യജീവി ശല്യം തടയുന്നതിൽ ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും സർക്കാർ തലത്തിൽ ലഭ്യമാകുന്ന സഹായങ്ങളെക്കുറിച്ചും അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു. കൃഷിനാശം സംഭവിക്കുന്ന കർഷകരെ സംബന്ധിച്ചിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ സമർപ്പിക്കുന്ന അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തി അവർക്ക് മുൻഗണനാക്രമത്തിൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വന്യജീവി ആക്രമണം, തേനീച്ച ആക്രമണം പോലെയുള്ള മരണപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് ഇവിടെ വനമേഖലയോട് ബന്ധപ്പെട്ട ഇവിടെ ശാശ്വതമായി കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ പരിഹരിക്കപ്പെടാതിരുന്ന കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട്. കാരണം ആനയുടെ ശല്യം ഇവിടെ എല്ലാ വാർഡുകളിലും ഈ വിഷയമില്ലെങ്കിലും ഒരു 4-5 വാർഡുകൾ വനമേഖല ഉൾപ്പെടുന്നതാണ്. അപ്പൊ അവിടെ ഈ ആനശല്യം പോലെയുള്ള വലിയ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്ന അവസ്ഥയുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം സോളാർ ഫെൻസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് സോളാർ ഫെൻസ് എന്നൊരു പദ്ധതിയാണ് വനംവകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥാപിക്കുന്ന എല്ലാ സോളാർ ഫെൻസുകളും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ നിലവിലെ ആനശല്യം എന്നുള്ള വിഷയം ഇല്ലാതിരിക്കുന്നത്. കുട്ടികൾ പോലുള്ള പഞ്ചായത്തുകളിലാണ് ആനശല്യം കൂടുതലായിട്ട്. അവിടെ ഫെൻസിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതോടെ പൂർണ്ണമാകുമ്പോൾ ആ ഭാഗത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. മറ്റു കൃഷിനാശങ്ങൾ വന്യമൃഗങ്ങളിലൂടെ ഉൾപ്പെടുന്ന കുരങ്ങ്, മയില് അങ്ങനെ തുടങ്ങിയ വന്യജീവികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്ട് വഴി വനംവകുപ്പിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. വിള രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സഹായം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയാൽ വനംവകുപ്പിൽ നിന്ന് കിട്ടില്ല, വനംവകുപ്പിൽ നിന്ന് കിട്ടിയാൽ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടും. വന്യമൃഗങ്ങൾക്ക് പുറമെ പ്രദേശവാസികൾ നേരിടുന്ന കടന്നൽ, തേനീച്ച ആക്രമണങ്ങളെക്കുറിച്ചും യോഗം ഗൗരവമായി ചർച്ച ചെയ്യുകയും പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. വന്യമൃഗശല്യം നേരിടുന്ന മേഖലകളിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിനും വിവരങ്ങൾ കൈമാറുന്നതിനുമായി വനംവകുപ്പുമായി ചേർന്ന് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. യോഗത്തിൽ വണ്ടൻപതൽ RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയ് R, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷാജിമോൻ KN, ലിസൺ ഓഫീസർ അഞ്ജു R, പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ്, വാർഡ് മെമ്പർമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഊരുമൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി സാന്നിധ്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു.